ഹായ് ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് എന്താണ് 054/2025 എന്നുള്ള ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കിക്കേടാ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് എന്നതാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ലെ, ഗാന്ധിജിയും അരാജകത്വവും എന്നുള്ള ഗ്രന്ഥം രചിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. കേളപ്പനുണ്ട്, KP കേശവ മേനോനുണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ ഉണ്ട്, ചേറ്റൂർ ശങ്കരൻ നായർ ഉണ്ട്. ആരാണടാ ഗാന്ധിജി അരാജകത്വം എന്നുള്ള ബുക്ക് അല്ലെങ്കിൽ ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്നുള്ള ഗ്രന്ഥം രചിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഓക്കെ, നോക്കിക്കേ, ഓരോ സംഭവങ്ങളും നടന്ന ആ ഒരു ഓർഡറിലാക്കാനാണ് പറയുന്നത്. ആദ്യം കൊളച്ചൽ യുദ്ധമുണ്ട്, പിന്നെ ആറ്റിങ്ങൽ കലാപമുണ്ട്, ശ്രീരംഗപട്ടണം സന്ധിയുണ്ട്, പിന്നെന്താണ് കുണ്ടറ വിളംബരം ഉണ്ട്. ഓക്കെ, ഇതില് ഏതാണ് ആദ്യം നടന്നത്? ആദ്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അല്ലേ. കുളച്ചൽ യുദ്ധം എപ്പോഴായിരുന്നു നടന്നത്? 1741 എന്ത് നടന്നത്? കുളച്ചൽ യുദ്ധം നടന്നത്. അത് ആരും തമ്മിലുള്ളതായിരുന്നു. നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ത്? കുളച്ചൽ യുദ്ധം. അത് നടന്നത് 1741 എന്താണ് ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നായിരുന്നു? 1721 എന്നാണ് ഏപ്രിൽ 15 എന്ത് നടന്നത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. അടുത്ത ശ്രീരംഗപട്ടണം സന്ധി ഉണ്ട് അല്ലെ. അതെന്നായിരുന്നു? 1792 ശ്രീരംഗപട്ടണം സന്ധി. ഇനി കുണ്ടറ വിളംബരം ഉണ്ട്. അതെന്നായിരുന്നടാ? 1809 1809. അതെന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ, തിരുവിതാംകൂറിലുള്ള അവരുടെ ദുർഭരണത്തിനെതിരെ അവരതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേലുത്തമ്പി ദളവ നടത്തിയ ഒരു വിളംബരമായിരുന്നു കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇനി ആറ്റിങ്ങൽ കലാപം ആണെങ്കിൽ എന്താണെടാ? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആദ്യം ഏതാണെടാ? ആദ്യം ആറ്റിങ്ങൽ കലാപമാണല്ലേ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, ഓപ്ഷൻ സി അല്ലെ. ആദ്യം ആറ്റിങ്ങൽ കലാപം, പിന്നീട് ഏതാണ്? കുളച്ചൽ യുദ്ധം, മൂന്നാമത് ശ്രീരംഗപട്ടണം സന്ധി, നാലാമത് കുണ്ടറ വിളംബരം. ഓക്കെ അല്ലേടാ? ആ ചോദ്യം ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, ഒന്നാം ലോക യുദ്ധം അല്ലെ. ഒന്നാം ലോക യുദ്ധം, പിന്നെന്താണ്? കരിങ്കുപ്പായക്കാർ. രണ്ടാം ലോക യുദ്ധം ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, ഹിറ്റ്ലർ തവിട്ടുകുപ്പായക്കാർ, ബെനിറ്റോ മുസോളിനി അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. ഓക്കെ, ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണെങ്കിലും ബേസ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ്ടാ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഇതാ ഇവിടെ 2 ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദമാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാം ലോക യുദ്ധം ഏതാണടാ? അച്ചുതണ്ട് ശക്തികളാണ് അല്ലെ. അച്ചുതണ്ട് ശക്തികൾ നാലാമത്തതാണ്. പിന്നെ ഹിറ്റ്ലർ വരുമ്പോൾ എന്താണ്? തവിട്ട് കുപ്പായക്കാർ തന്നെയാണ്. ബെനിറ്റോ മുസോളിനി വരുമ്പോൾ കരിങ്കുപ്പായക്കാർ. മൂന്നാമത്തെ ഏതാണ്ടാ? 1, 2 വരുന്ന, അതുപോലെ 2, 4 വരുന്ന, പിന്നെ 3, 3 തന്നെ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, അതും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. അപ്പൊ അത് പത്രങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിന് നേതൃത്വം നൽകിയ ആൾക്കാരുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ തമ്മിൽ യോജിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. മിറത്ത് ഉൽ അക്ബർ, പിന്നെ കേസരി മറാത്ത ഉണ്ട്, കോമൺ വീൽ ഉണ്ട്, പിന്നെ യങ് ഇന്ത്യ ഉണ്ട്. ഏതാണെടാ? നമുക്കറിയാം യങ് ഇന്ത്യ ആരുടെയാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയുടേതാണെന്ന് നമുക്കറിയാം. പിന്നെ കോമൺവീൽ മിസ്സിസ് ആനി ബസന്തിന്റെ ആണ്. മിറത്ത് ഉൽ, അതുപോലെ തന്നെ കേസരി മറാത്ത ആരുടെയാണെടാ? ബാലഗംഗാധര തിലക്കാണ്. മിറത്ത് ഉൽ അക്ബർ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. അപ്പൊ ഇതിൽ ഏതാണ്ടാ ഉത്തരമായിട്ട് വരുന്നത്? 1, 4, പിന്നെ 2, 1 വരുന്ന, അതുപോലെ 3, 2 വരുന്ന അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. നാലാമത്തെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ?
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതും ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും എന്താണ് മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട് അല്ലേ. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യവും. നോക്കിക്കേ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി ഉണ്ട്, ഇന്ത്യൻ നാഷണൽ ആർമി, എന്താണ് ഫോർവേഡ് ബ്ലോക്ക്. ഓക്കെ, നോക്കിക്കേടാ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരാണ്ടാ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അത് ഭഗത് സിംഗ് ആണ് അല്ലേ. ഇനി ഗദ്ദാർ പാർട്ടി അത് ആരാണ്ടാ? ലാലാ ഹർദയാൽ അല്ലേ. ലാലാ ഹർദയാലാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമി വരുമ്പോൾ അതാരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. പിന്നെ ഫോർവേഡ് ബ്ലോക്ക് വരുമ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. അപ്പോൾ ആ ഒരു ഉത്തരം ഇവിടെ ഉണ്ടോ? അവിടെ ഒന്ന് ഏതാണ്? 1, 2 വരുന്ന, അതുപോലെ 1, 2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ടല്ലേ. പിന്നെ അടുത്ത് ഗദ്ദാർ പാർട്ടി 2, 3 വരുന്ന 2, 3 വരുന്നതും അതേ സെയിം ഇതുണ്ട്. പിന്നെ മൂന്നാമത്തെ ഏതാണ്ടാ? 1 ആണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേടാ? ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ എന്താണ് ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ പി ചിദംബരം ഉണ്ട്, ബി നിർമ്മല സീതാരാമൻ ഉണ്ട്, സി മൊറാർജി ദേശായി ഉണ്ട്, ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ആരുണ്ട്? പി ചിദംബരവും മൊറാർജി ദേശായിയും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ 8, 9 ഒക്കെ ബജറ്റ് അവതരിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് അത് ആർക്കാണ്? അത് ഓപ്ഷൻ ബി നിർമ്മല സീതാരാമനാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന എന്താണ് ഉഷ്ണക്കാറ്റിന്റെ പേരാണ് എന്ത്? ലൂ എന്ന് പറയുന്നത്. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും അതുപോലെ പൊഴിയുന്നതിനും കാരണമാകുന്ന അതുപോലെ ഉഷ്ണക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചിനൂക്ക് ഉണ്ട്, അതുപോലെ മാംഗോ ഷവർ ഉണ്ട്, പിന്നെന്താണ് ഫെൻ ഉണ്ട്, പിന്നെ ഹർമാറ്റൻ ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കറിയാം മാംഗോ ഷവർ ആണ് അല്ലേ. ഓപ്ഷൻ ബി മാംഗോ ഷവർ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എന്താണ്? ഇന്ത്യയുടെ കാലാവസ്ഥ അല്ലെങ്കിൽ ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ആര് വഹിക്കുന്ന പങ്ക്? ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. എന്താണെടാ? ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. നദികളുടെ ഉത്ഭവ പ്രദേശം അല്ലെ, ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അപ്പൊ നദികളുടെ ഉത്ഭവം എന്താണ്? അത് വരുന്നതാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ളതാണ്. ഇനി മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യ്ക്കുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അടുത്ത് ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറയുന്നു. അത് തെറ്റല്ലേടാ? ബന്ധമില്ലാത്ത കാര്യമല്ലേ. ഇനി വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. അതും ശരിയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പൊ അത് ഏതാണ്ടാ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തെറ്റായത് തിരഞ്ഞെടുക്കുക. എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ എന്താണ് പരൽ രൂപ ശിലാപാളിയും അതുപോലെ തന്നെ ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് എന്താണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും എന്താണ് തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. അത് ശരിയാണല്ലേ? ശരിയാണ്. ഇനി ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. അതും ശരിയാണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി, അതുപോലെ തന്നെ മധ്യമേഖല, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? തരംതിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. ഇനി എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം. അതാണ് അവിടുത്തെ എന്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന. എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ഇവിടം എന്നുള്ളതാണ് അവിടുത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1986 ഉൾനാടൻ ജല ഗതാഗത അതോറിറ്റിയുടെ രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ
തീരക്കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയല്ലേ. 1986 എന്താണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി എന്താണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം എന്ത് ചെയ്തു? ഇന്ത്യയിൽ എന്താണ്? 5 ജലപാതകളെ എന്താണ്? ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു അല്ലെ. ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ എവിടം തൊട്ട് എവിടം വരെ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള എന്താണ്? പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ഏത് പേരിലെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ദേശീയ ജലപാത 4 ഉണ്ട്, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 5. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദേശീയ ജലപാത 3 എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ അല്ലെ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മരണാനന്തരം അല്ലെ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലെ, മരണാനന്തര ബഹുമതിയായിട്ട് 2025 പത്മവിഭൂഷൺ നേടിയ ആരാണ്? മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണോ, MT വാസുദേവൻ നായരാണോ, സുഭാഷ് ചന്ദ്രനാണോ, SK പൊറ്റേക്കാടാണോ? ആർക്കാണ്? നമ്മുടെ ഓപ്ഷൻ ബി നമ്മുടെ MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിനാണ് എന്ത്? 2025 മരണാനന്തര ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ കിട്ടിയത് അല്ലെ. ഏതായിരുന്നു? 2025 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അല്ലെ എന്ത് പേരിൽ അറിയപ്പെടുന്നതാണ്? കേരള മോഡൽ വികസന പദ്ധതി. എന്താണ്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണടെ? 1ാം പഞ്ചവത്സര പദ്ധതിയാണോ, 5ാം പഞ്ചവത്സര പദ്ധതിയാണോ, 10ാം പഞ്ചവത്സര പദ്ധതിയാണോ, അത് 6ാം പഞ്ചവത്സര പദ്ധതിയാണോ? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്നത്? ഏതാണടെ? അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. ഓക്കെ, എന്താണ്? വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള എന്തൊക്കെയാണ്? വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നയം അല്ലെ. ഏതായിരുന്നു? സ്വകാര്യവൽക്കരണമാണോ, ഉദാരവൽക്കരണമാണോ, ആഗോളവൽക്കരണമാണോ, വാണിജ്യവൽക്കരണമാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ സ്വകാര്യവൽക്കരണമാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സ്വകാര്യവൽക്കരണം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. എന്താണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ അല്ലെ. ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, പിന്നെ ജവഹർലാൽ നെഹ്റു ഉണ്ട്, രമേശ് ചന്ദ്ര ദത്ത് ഉണ്ട്, ദാദാഭായ് നവറോജി ഉണ്ട്. ആരാണടാ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? അത് ഓപ്ഷൻ ഡി എന്താണ്? ദാദാഭായ് നവറോജി ആണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം അത് നീതി സംഹിതയാണോ, നീതി ആയോഗാണോ, ആസൂത്രണ സമിതിയാണോ, അതോ നവ സാമ്പത്തിക സമിതിയാണോ? എന്താണ്? ആസൂത്രണത്തിന് വേണ്ടിയിട്ട് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് പിന്നീട് എന്താണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഏതാണ്? ഓപ്ഷൻ ബി നീതി ആയോഗാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗിന്റെ വർഷം എന്നാണ് അത് നിലവിൽ വരുന്നത്? 2015 എന്നാണ് 2015. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഏതാണടാ? പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ, സാമ്പത്തിക മേഖലയാണോ? ഏതിലാണ് ഹോട്ടൽ വ്യവസായം അല്ലെ? നമുക്കറിയാം പ്രാഥമിക മേഖലയിലാണ് കൃഷിയൊക്കെ വരുന്നത് അല്ലേ. അപ്പൊ പിന്നെ ഈ ഹോട്ടൽ വ്യവസായമൊക്കെ ഏതിലാണ് വരുന്നത്? ഏതിലാണ്? തൃതീയ മേഖലയാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി തൃതീയ മേഖല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക? ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. അടുത്തെന്താണ്? എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നുണ്ട്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. പിന്നെന്താണ്? ഇതൊരു ഖാരിഫ് വിളയാണ് എന്നും പറയുന്നു. നോക്കിക്കേടാ, നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയല്ലേ? അത് ശരിയാണ്. ഇനി എക്കൽ
മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ്. അടുത്ത മൂന്നാമത്തെ, ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. എന്താണ് ഉയർന്ന താപനിലയും അതുപോലെ മഴയൊക്കെ, നമുക്ക് നെൽകൃഷി ചെയ്യുമ്പോൾ എന്ത് വേണം, മഴ കൂടുതൽ, വെള്ളം കൂടുതൽ ആവശ്യമാണ്. ഉയർന്ന താപനിലയും അതുപോലെ തന്നെ മഴയൊക്കെ ഒരുപാട് ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് എന്ത് കൃഷി ചെയ്യുന്നത്, നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയാണ്. ഇനി ഇതൊരു ഖാരിഫ് വിളയാണ്. ഖാരിഫ് വിള എന്ന് ഏതാണ്, മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഇതിൽ കൃഷി ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു ഖാരിഫ് കാലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള വിളകളായിരിക്കും. അപ്പോൾ ഖാരിഫ് വിളയാണെന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ഓൾ ഓഫ് ദ എബോ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു, അല്ലെ, വൻ വർധനവ് സൃഷ്ടിച്ചു. പിന്നെ എന്താണ്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ എന്താണ് സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്താണ് എന്നിവ എന്ത് ചെയ്തു, വ്യാപകമായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പൊ എന്താണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം, ഇല്ലേ, ഇന്ത്യയിലെ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയടാ, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു, അല്ലെ, അത് ശരിയാണ്. ഇനി ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ എന്താണ് സ്വയം പര്യാപ്തത എന്താണ് കൈവരിച്ചു എന്ന് പറയുന്നുണ്ട്, അതും ശരിയാണ്. അടുത്ത് നോക്കിക്കേ, ജലസേചന സൗകര്യങ്ങൾ എന്താണ്, പിന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ എന്ത് ചെയ്തു, വ്യാപകമായിട്ട് ഉപയോഗിച്ചു, അല്ലെ, അതും ശരിയാണ്. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ആണോ ഡേ, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണോ ഹരിത വിപ്ലവം ആരംഭിച്ചത്? അല്ല. അപ്പൊ അതെന്താണ്, തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതിൽ ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 എന്താണ് തെറ്റാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. എന്താണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ആരുടെ കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ് എന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഏതൊക്കെയുണ്ട്? 92ാമത് ഭേദഗതിയുണ്ട്, 44ാമത് ഭേദഗതിയുണ്ട്, 86ാമത് ഭേദഗതിയുണ്ട്, പിന്നെ 52ാമത് ഭേദഗതി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 86ാമത്തെ ആ ഒരു ഭേദഗതിയിൽ, അല്ലെ, 86th ഭേദഗതിയിലാണ് എന്ത് തീരുമാനിച്ചത്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ് ഇത് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 അല്ലെ, 28 ആരുടെ നേതൃത്വത്തിലാണ് എന്ത് ഉണ്ടായത്, ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ആരൊക്കെയുണ്ട്? മോട്ടിലാൽ നെഹ്റു ഉണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, അതുപോലെ സച്ചിദാനന്ദ സിൻഹയുണ്ട്. ആരാണ് ഉത്തരം? ആരാണ്? ഓപ്ഷൻ എ മോട്ടിലാൽ നെഹ്റു ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? രാഷ്ട്രതലവന്റെ അധികാരമാണോ, രാഷ്ട്രതലവന്റെ പേരാണോ, രാഷ്ട്രത്തിന്റെ പേരാണോ, നിയമനിർമ്മാണ സഭയുടെ പേരാണോ? എന്താണ് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? അത് രാഷ്ട്രതലവന്റെ അധികാരമാണോ, രാഷ്ട്രതലവന്റെ പേരാണോ, രാഷ്ട്രത്തിന്റെ പേരാണോ, നിയമനിർമ്മാണ സഭയുടെ പേരാണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? അത് രാഷ്ട്രതലവന്റെ പേരാണ്. ഓപ്ഷൻ ബി രാഷ്ട്രതലവന്റെ പേരാണ് എന്ത് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി രാഷ്ട്രതലവന്റെ അധികാരം, രാഷ്ട്രത്തിന്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേരൊക്കെ എന്തിലുണ്ട്? ഈ ഒരു ഭരണഘടനയിൽ ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന എന്താണ്? അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 54 ആണോ, 52 ആണോ, 40 ആണോ, 42? ഏതാണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അനുച്ഛേദം?
അത് ഓപ്ഷൻ സി 40 അല്ലെ. ഓപ്ഷൻ സി 40 അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അത് ലോർഡ് കാനിങ് ആണോ, ലോർഡ് വെല്ലസ്ലി ആണോ, ലോർഡ് റിപ്പൺ ആണോ, അതോ ലോർഡ് ഡഫറിൻ ആണോ? ആരാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. അത് ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ ആണ് അല്ലെ. ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ ആണ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യം നോക്കിക്കേ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അല്ലെ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണോ, ഉത്തരാഖണ്ഡ് ആണോ, തമിഴ്നാടാണോ, ഛത്തീസ്ഗഡ് ആണോ? എവിടെയാണ് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പാക്കിയത് ഇന്ത്യയിൽ? എവിടെയാണ്? പെട്ടെന്ന് പറഞ്ഞേ. അത് ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത ആ കമ്മിറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിനകത്ത് സുരക്ഷാ കമ്മിറ്റി ഉണ്ട്, പിന്നെ പാർലമെന്ററി കാര്യ സമിതി ഉണ്ട്, പിന്നെ സാമ്പത്തിക കാര്യ സമിതി ഉണ്ട്, നിക്ഷേപ വളർച്ചാ സമിതിയും ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഇതിലേതിലാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്തത്? പാർലമെന്ററി കാര്യസമിതിയാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പാർലമെന്ററി കാര്യസമിതിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആരുമായിട്ട് ബന്ധപ്പെട്ട്? തദ്ദേശ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായ പ്രസ്താവന. താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ തദ്ദേശ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ആണോ? തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണല്ലേ. ഇത് ശരിയാണ്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആണോ? അല്ലല്ലേ, തെറ്റാണ്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സിയിലാണ് 1ഉം 3ഉം വരുന്നത്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ശരിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്ക് എന്നുള്ളതും ശരിയാണ്. പക്ഷെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അടുത്ത 28ാമത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അടുത്ത് വീണ്ടും നോക്കുകയാണ്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് അടുത്ത് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കി നോക്കാം അല്ലെ. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ തന്നിട്ടുണ്ട്. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ആണോടെ? സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണോ? ആണല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. അതും ശരിയല്ലേ. 5 വർഷമാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. അടുത്ത സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ആണോ? സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. 29ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റ് ആണ് അല്ലെ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത്? കൃഷിയും പോലീസും നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. പിന്നെ ജയിലും തദ്ദേശ ഗവൺമെന്റും പറയുന്നുണ്ട്. വിദ്യാഭ്യാസവും വനവും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്? കൃഷിയും പോലീസും വരും അല്ലേ. അതുപോലെ തന്നെ ജയിലും തദ്ദേശ ഗവൺമെന്റും വരും അല്ലെ. ആ 2 ഓപ്ഷൻസ് ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. അത് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. അതുപോലെ തന്നെ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരം ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് എന്നും പറയുന്നുണ്ട്. നോക്കിക്കേടാ, പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. ശരിയാണ്. ഇനി വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? പട്ടം തിരുവനന്തപുരം ആണെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. ഇനി വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള
സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അതും ശരിയല്ലേ? അപ്പോൾ ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് അവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ അല്ലെ വനിതാ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താണ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഉത്തരം മാത്രമല്ല അതുമായിട്ട് ബേസ് ചെയ്ത് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ? സോ നോക്കിയേ, ഇവിടെ പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ള പഠിക്കാൻ പറ്റും. വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു ഒറ്റ ചോദ്യത്തിലൂടെ പഠിക്കാൻ പറ്റിയല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. പിന്നെ പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. ശരിയാണല്ലേ? പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബിവീഷ് അല്ലെ? അതും എന്താണ്? ശരിയാണ്. ഇനി പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്, ആണോ? അല്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് എന്താണ്? പ്രതിപക്ഷ നേതാവ് അതിലൊരു അംഗം അല്ല. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. പിന്നെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ 1 ഉം 2. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കിക്കേ, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അല്ലെ? കേരള ബാലാവകാശ കമ്മീഷനുമായിട്ട് ശരിയായിട്ട് വരുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ എന്ത് ചെയ്തു? അനുശാസിക്കുന്നു. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. ആണോ? എറണാകുളമാണോ? അല്ലല്ലേ, എറണാകുളം അല്ല, അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ് ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ഇത് തെറ്റാണ് അല്ലെ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പിന്നെ സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നാണ് കമ്മീഷൻ അനുശാസിക്കുന്നത്. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 1 ഉം 3 ഉം ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? കേരള എല്ലാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പറാണ് അല്ലേ? നോക്കിക്കേ, കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുമായിട്ട് ബന്ധപ്പെട്ട്? കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കിക്കേ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. എന്താണ് ഉത്തരമായിട്ട് വരുന്നത്? ശരിയാണല്ലേ? ഇനി ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. എറണാകുളത്താണ് ഹൈക്കോടതി ഉള്ളതല്ലേ? അപ്പൊ അതും ശരിയാണ്. ഇനി തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. പിന്നെ ഏതൊക്കെയാണ് ശരി? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് എന്നുള്ളത് ശരിയാണ്. പിന്നെന്താണ്? ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് എന്നുള്ളതും ശരിയാണ്. 1 ഉം 2 ഉം ശരിയാണെന്നുള്ള ആൻസർ ഇവിടെ ഉണ്ടോ? ഓപ്ഷൻ സി ഉണ്ടല്ലോ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 34ാമത്തത് നമ്മുടെ സയൻസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ അല്ലെ, അങ്ങനെ പ്രവേശിക്കുന്നത് തടയുന്നത് ഏത് ഭാഗമാണ്? ദഹന വ്യവസ്ഥയിൽ വരുന്ന ഏത് ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചെറുനാക്കുണ്ട്, എപ്പിഗ്ലോട്ടിസ് ഉണ്ട്, ശ്വസനിയുണ്ട്, അന്നനാളമുണ്ട്. ഏതാണടെ? ചെറുനാക്കാണോ, എപ്പിഗ്ലോട്ടിസ് ആണോ, ശ്വസനിയാണോ, അന്നനാളമാണോ? എപ്പിഗ്ലോട്ടിസ് ആണല്ലേ? എപ്പിഗ്ലോട്ടിസ്. ഓപ്ഷൻ ബി എപ്പിഗ്ലോട്ടിസ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അന്നനാളം എന്താണ്? ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ആ ഒരു കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ? ഇനി ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്, ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, പ്രമേഹമുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, ഹീമോഫീലിയ ഉണ്ട്, പക്ഷാഘാതം ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇതിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമല്ലേടെ? ഇനി ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമല്ലേ?
പക്ഷാഘാതം അതും ജീവിതശൈലി രോഗമാണ്. അപ്പൊ ആരാണ് ഇവിടെ ഉൾപ്പെടാത്തത്? ഹീമോഫീലിയ ആണല്ലേ. ഹീമോഫീലിയ എന്തല്ല? ഒരു ജീവിതശൈലി രോഗം അല്ല. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഹീമോഫീലിയ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ശരിയായ ജോഡി അല്ലെ, ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് നമ്മളടുത്ത് പറയുന്നത്. ഓക്കെ, ലെപ്റ്റോസ്പൈറ ക്ഷയം, HIV ഡിഫ്തീരിയ, മൈക്കോബാക്ടീരിയം എയ്ഡ്സ്, പിന്നെന്താണ് ഫൈലീറിയൻ വിര മന്ത്. ലെപ്റ്റോസ്പൈറിയ ക്ഷയമാണോടെ? അല്ല, തെറ്റാണല്ലേ. ഇനി HIV ഡിഫ്തീരിയ, HIV ഏതാണ്? എയ്ഡ്സ് ആണല്ലേ. അപ്പൊ ഇതും തെറ്റാണ്. ഇനി മൈക്കോബാക്ടീരിയം എയ്ഡ്സ് എന്ന് പറയുന്നുണ്ടല്ല, അതും തെറ്റാണല്ലേ. ഇനി ഏതാണ്? ഫൈലീറിയൻ വിര മന്ത്. ശരിയല്ലേടേ? അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഫൈലീറിയൻ വിര മന്ത് എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബെർണിഹാർഡ് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? എന്താണ് ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത പട്ടണത്തിന്റെ പേരെന്താണ്? ബെർണിഹാർഡ് പട്ടണം അല്ലെ. ബെർണിഹാർഡ് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിനകത്ത് മേഘാലയ ഉണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, മിസോറാം ഉണ്ട്. എവിടെയാണ്? ഓപ്ഷൻ എ മേഘാലയാണ്. മേഘാലയയാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ത്വക്കിലെ ക്യാൻസർ ആയ എന്താണ്? മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? അതോ രണ്ടും ശരിയാണോ? മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിന്റെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ആണല്ലേ? ശരിയല്ലേ? മനുഷ്യരിൽ എന്താണ്? 11 നമ്പർ ജീനിന്റെ തകരാറ് മൂലമാണ് എന്ത്? സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. ശരിയാണ്. ഇനി ത്വക്കിലെ ക്യാൻസർ ആയിട്ടുള്ള മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നതാണ്. ആണോ? അല്ല, തെറ്റാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള? 1 ശരിയും 2 തെറ്റും എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പിന്നെന്താണ് പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? നോക്കിക്കേടാ, കുറച്ച് ഇനങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ചിന്നത്തവിടൻ, പിന്നെന്താണ് ചെമ്പൻ വെള്ളിവിരയൻ, പിന്നെന്താണ് വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ അല്ലെ. ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ ഇതൊക്കെ ഏത് ഇനത്തിൽപ്പെടുന്ന ജീവികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രശലഭമാണോ, തുമ്പിയാണോ, പക്ഷികളാണോ, വേഴാമ്പലാണോ? ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഏതാണ്? ഓപ്ഷൻ സി ചിത്രശലഭങ്ങളാണ്. ഇതെല്ലാം എന്താണ്? ചിത്രശലഭങ്ങളാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ് അല്ലെ. നമുക്ക് ശരീരം ചലിക്കാനൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പേശി വ്യവസ്ഥ കാരണമാണ്. ഇനി മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് അല്ലെ. ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണെന്നും പറഞ്ഞത് രണ്ടും ശരിയല്ലടേ. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചലനവും സഞ്ചാരവും സാധ്യമാകുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഈ രണ്ടുപേരും എന്തിനു സഹായിക്കുന്നുണ്ട്? ശരീര ചലനത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ശരിയാണ്. രണ്ടും ശരി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ടല്ലേ. 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 41ാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ കണ്ടെത്തുക അല്ലെ. ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. പോഷകങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ സ്രോതസ്സുകൾ. സുക്രോസ് കരിമ്പ്, വിറ്റാമിൻ എണ്ണക്കുരുക്കൾ, മാംസ്യം പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ കൊഴുപ്പ്. ഇത്രയും ജോഡികളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള അല്ലെ ശരിയായ ജോഡികളാണ് പറയുന്നത്. നോക്കിക്കേ, സുക്രോസ് കരിമ്പല്ലേ. കരിമ്പിൽ എന്തുണ്ട്? സുക്രോസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് ശരിയാണ്. ഇനി വിറ്റാമിൻ എണ്ണക്കുരുക്കൾ അല്ലേ, തെറ്റാണല്ലേ. ഇനി മാംസ്യം പയറുവർഗ്ഗങ്ങൾ ശരിയാണ്. ധാന്യങ്ങൾ കൊഴുപ്പ് അല്ലെ, ധാന്യങ്ങളിൽ കൊഴുപ്പാണോടെ? ഇത് തെറ്റാണ്. ഏതാണ്ട് ശരിയായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്. 1ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ടല്ലോ. 1ഉം 3ഉം ശരിയാണ്. എന്താണ് ഓപ്ഷൻ എ? 1ഉം 3ഉം എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം നോക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? നീലയാണോ, പച്ചയാണോ, ചുവപ്പാണോ, മഞ്ഞയാണോ? ആർക്കാണ് ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളത്? അത് ആർക്കാണ്? ഓപ്ഷൻ എ നീലയ്ക്കാണല്ലേ. ഓപ്ഷൻ എ നീലയ്ക്കാണ് ഏറ്റവും കുറവ് ദൈർഘ്യം ഉള്ളത്. 44ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റാത്ത പ്രതിബിംബത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? യഥാർത്ഥ പ്രതിബിംബമാണോ, മിഥ്യാ പ്രതിബിംബമാണോ, തലകീഴായ പ്രതിബിംബമാണോ? ഇവയൊന്നുമല്ല. ഏതാണ്? ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബമാണല്ലേ. അപ്പൊ അത് ഏതായിരിക്കും ഇവിടെ? മിഥ്യാ പ്രതിബിംബം. ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബമാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ?
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കിക്കേ, നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ സൂക്ഷ്മദർശിനി അല്ലെ ദൂരദർശിനി ഏതാണ്? ഏത് ബഹിരാകാശ ഏജൻസിയാണ്? ISRO ആണോ, അതോ ESA ആണോ, നാസ ആണോ, ജക്സ ആണോ, ഏതാണ്? നാസയാണല്ലേ, നാസയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏത്? 4ാം തലമുറയാണല്ലേ. ഏതാണ്? 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ്? USA ആണോ, റഷ്യ ആണോ, ചൈന ആണോ, ഫ്രാൻസ് ആണോ? ആരാണ് 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ചത്? അത് ഓപ്ഷൻ സി ചൈനയാണ്. 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മർദ്ദം സ്ഥിരമായിരുന്നതിനാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ആ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? വ്യാപ്തം കുറയുന്നു, വ്യാപ്തം വർദ്ധിക്കുന്നു, വ്യാപ്തം ഒരുപോലെയാണ്, വ്യാപ്തം 0 ആകും. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? വ്യാപ്തം വർദ്ധിക്കുന്നു. ഓപ്ഷൻ ബി വ്യാപ്തം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ മർദ്ദം സ്ഥിരമായിരുന്നാൽ എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിക്കേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റം അല്ലെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതിലാണ് രാസമാറ്റം സംഭവിക്കുന്നത്? അല്ലെ, ഐസ് ഉരുകുന്നു, അവിടെ രാസമാറ്റം ആണോ ഇവിടെ സംഭവിക്കുന്നത്? അല്ല. ഇനി പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു, അവിടെ രാസമാറ്റം എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ഇനി ജലം തിളയ്ക്കുന്നു, രാസമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എളുപ്പമാണല്ലേ ഈ ചോദ്യം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു രാസമാറ്റം അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്ന pHന്റെ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, pH 0 to 7 ആണോ, അതോ 0 to 14 ആണോ, 0 to 10 ആണോ, 7 ആണോ? നമുക്കറിയാലേ pH 0 to 7 ആണ് എന്ത്? ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. ഇനി 7 to 14 വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇവിടെ അത് ബേസ് ആവും അല്ലെ, ബേസ്. ഇനി pH 7 ആണെങ്കിൽ അതെന്താണ്? അത് ന്യൂട്രൽ ആണ്. ന്യൂട്രൽ അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ pH 0.7 ഓപ്ഷൻ എ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എത്ര ദിവസം? 608 ദിവസങ്ങൾ. 608 ദിവസങ്ങൾ 3 ദൗത്യങ്ങളിലായിട്ട് സുനിത വില്യംസ് എവിടെ ചിലവഴിച്ചു? നമ്മുടെ ബഹിരാകാശത്ത് ചിലവഴിച്ചു. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? എത്ര ദിവസം? 675 ദിവസം ചിലവഴിച്ച US-ലുള്ള ബഹിരാകാശ സഞ്ചാരി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വില്യം സ്യൂംബുച്ച് ആണോ, പെഗി വിൽസൺ ആണോ, അലക്സാണ്ടർ ഗോർബുനോവ് ആണോ, നിക് ഹേഗ് ആണോ? ഏതാണ്ട് പെഗി വിൽസൺ ആണല്ലേ, പെഗി വിൽസൺ. ഓപ്ഷൻ ബി പെഗി വിൽസൺ ആണ് എന്ത്? 675 ദിവസം എവിടെ? ബഹിരാകാശത്ത് ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്ട്? ജഗ്ദീപ് ധൻഖർ ആണോ, അതോ ധർമ്മേന്ദ്ര പ്രധാൻ ആണോ, അമിത് ഷാ ആണോ, അതോ നിർമ്മല സീതാരാമൻ ആണോ? ആരാണ് ധനകാര്യ മന്ത്രി? ധനകാര്യ വകുപ്പ് മന്ത്രി. നമ്മൾ നേരത്തെ ബഡ്ജറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ് വന്നേ അല്ലേ? ബഡ്ജറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ വായിച്ചിട്ടാണ് വന്നേ. അപ്പൊ ആരാണ്ട്? നിർമ്മല സീതാരാമൻ. ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ ആണ് എന്ത്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ. 52ാമത്തെ ചോദ്യം നോക്കാം. രാമായണം ആട്ടക്കഥ രചിച്ചതാര്? ഉണ്ണായി വാര്യർ ഉണ്ട്, കോട്ടയത്ത് തമ്പുരാനുണ്ട്, കൊട്ടാരക്കര തമ്പുരാനുണ്ട്, ധർമ്മരാജയുണ്ട്. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ രാമായണം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കേരള നടനമാണ് അല്ലേ. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ് ആണോ, ജയദേവൻ ആണോ, അതോ ഷീബ കൃഷ്ണകുമാർ ആണോ, അതോ മാനവേദൻ രാജയാണോ? ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്. ആരാണ്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 54ാമത്തെ ചോദ്യം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന? പെട്ടെന്ന് കമന്റ് ചെയ്തേ. മുഹമ്മദ് അജ്മൽ ആണോ, ഷൈനി വിൽസൺ ആണോ, അഞ്ജു ബോബി ജോർജ് ആണോ, PT ഉഷയാണോ? ആരെയാണ് നമ്മൾ പയ്യോളി എക്സ്പ്രസ് എന്ന് പറയുന്നത്?
ഓപ്ഷൻ ഡി PT ഉഷയാണ് അല്ലേ? ഓപ്ഷൻ ഡി PT ഉഷയാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണോ, ആറ്റുകാൽ ക്ഷേത്രമാണോ, അമ്പലപ്പുഴ ക്ഷേത്രമാണോ, ജനാർദ്ദന ക്ഷേത്രമാണോ? ഏത് ക്ഷേത്രമാണടെ? ആറ്റുകാൽ ക്ഷേത്രമാണല്ലേ? ആറ്റുകാൽ ക്ഷേത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? അല്ലെ, ജയദേവന്റെ എന്താണ് ഗീതാഗോവിന്ദം ദേവഗീത അല്ലെ, ഗോവിന്ദത്തെ ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നാണ് ചോദിച്ചത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണോ, രാമപുരത്ത് വാര്യറാണോ, വയലോപ്പിള്ളി ശ്രീധര മേനോനാണോ, അത് ജോസഫ് മുണ്ടശ്ശേരിയാണോ? ആരാണടെ ഗോവിന്ദത്തെ ദേവഗീത എന്നുള്ള പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്? അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓപ്ഷൻസ് നോക്കൂ. യു ഷറഫലി ഉണ്ട്, PT ഉഷയുണ്ട്, വി സുനിൽകുമാർ ഉണ്ട്, ക്രിസ്റ്റി കവൻട്രി ഉണ്ട്. ആരാണ് ഉത്തരം? പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ സി വി സുനിൽകുമാർ. ഓപ്ഷൻ സി വി സുനിൽകുമാർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? മലപ്പുറമാണോ, ഇടുക്കിയാണോ, പാലക്കാടാണോ, കാസർഗോഡാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി കാസർഗോഡാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. നോക്കിക്കേ. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ്, റാം വോളറ്റൈൽ മെമ്മറി, പിന്നെ ഓപ്പൺ ഓഫീസ് ബേസ് ഉണ്ട്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്, പിന്നെ MICR ഉണ്ട് ഇൻപുട്ട് ഡിവൈസ്, പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇതിൽ ഏതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ അല്ലെ, പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് ആണ്, ശരിയാണ്. പിന്നെ ഓപ്പൺ ഓഫീസ് ബേസ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്, ശരിയാണ്. അടുത്തെന്താണ്? MICR ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? റാം വോളറ്റൈൽ മെമ്മറി ആണോ? അല്ല. പിന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? അല്ല. പിന്നെ ഇതിൽ ഏതാണ്ട് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ 1, 3, 4 ശരിയായിട്ടെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? 1, 3, 4. ഓക്കെ, ഓപ്ഷൻ എ 1, 3, 4 അല്ലെ, 1, 3, 4 ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 60ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ, കുറെ പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് കീ Ctrl+M ആണ്. ശരിയാണല്ലേ? ഇനി ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിലാണ്. നമുക്ക് ഇൻസേർട്ട് മെനുവിൽ പോകുമ്പോഴാണ് ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ .ods ആണ്, അതും ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ് അല്ലെ, ആവറേജ്. ഈ ഒരു ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ശരിയാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ആ സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതും ശരിയാണ്. അപ്പം ഈ 5 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 അല്ലെ, എല്ലാം ശരിയെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര്? 2023 ജൂണിലെ കണക്കനുസരിച്ചാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 73ാമത് കയറിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യക്ഷ ആണോ, പരംസിദ്ധി ആണോ, ഐരാവത്ത് ആണോ, മിഹിർ ആണോ? ഏതാണെടാ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ സി ഐരാവത്ത് ആണ് അടുത്ത ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? സ്കൂൾ കുട്ടികളുടെ ആ ഒരു ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ആര് തയ്യാറാക്കിയ? കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിറ്റിൽ കൈറ്റ് ആണോ, ലിറ്റിൽ കൈറ്റ്സ് ആണോ, സമന്വയ ആണോ, കൂൾ ആണോ, അത് ഇക്യൂബ് ആണോ? ഏതാണ്?
ഓപ്ഷൻ ഡി ഇക്യൂബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ, മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കിക്കേ, ക്രാക്കിംഗ് എന്താണ്, ക്രാക്കിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, സൈബർ സ്ക്വാട്ടിംഗ് ഉണ്ട്, സൈബർ ടെററിസം ഉണ്ട്. നോക്കിക്കേ, വ്യാജ വെബ്സൈറ്റുകളിലും വിലാസങ്ങളും തയ്യാറാക്കുക, ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം, അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക, പിന്നെന്താണ്, ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക. നോക്കിക്കേടാ, ആദ്യം ക്രാക്കിംഗ് ഏതാണെടാ? ദുരുദ്ദേശത്തോടു കൂടി എന്താണ്, ഒരു കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങളൊക്കെ എന്താണ്, നശിപ്പിക്കുക എന്നുള്ളതാണ് ക്രാക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫിഷിംഗ് ആണെങ്കിലോ, ഫിഷിംഗ് എന്താണ്, അല്ലെ, അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക അല്ലെ, സുരക്ഷാ വിവരങ്ങളിലേക്ക് എന്ത് ചെയ്യും, തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യും, ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സൈബർ സ്ക്വാട്ടിംഗ് എന്താണ്? സൈബർ സ്ക്വാട്ടിംഗ് എന്താണ്, വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക അല്ലെ, വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. സൈബർ ടെററിസം എന്താണ്, എന്താണ്, ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം, സൈബർ ടെററിസം ആണല്ലേ. അപ്പോൾ തന്നെ നമുക്കറിയാം, ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് എന്ത്, സൈബർ ടെററിസം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഒന്ന് ഡി വരുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് നോക്കാം, രണ്ടാമത്തെ ഏതാണ്ടേ, രണ്ടാമത്തത് ഡി, രണ്ടാമത്തത് ഫിഷിംഗ് സി ആണല്ലേ, ഫിഷിംഗ് സി വരുന്ന ഓപ്ഷൻ ഉണ്ടോ? രണ്ട് സി വരുന്ന ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടാത്തത് അല്ലേ, നമ്മുടെ കൺസ്യൂമർ ഇതിൽ പ്രകാരം എന്താണ്, നമ്മുടെ ഉപഭോക്താവിന് എന്തുണ്ട്, ഒരുപാട് റൈറ്റ്സ് ഉണ്ട് അല്ലേ, പക്ഷെ അതിൽ പെടാത്തത് ഏതെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം അല്ലെ, അത് ശരിയാണ്. വിപണി നിരക്കിനാൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകാനുള്ള അവകാശം, പിന്നെ എന്താണ്, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി വരുമല്ലേ. ഇനി മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം ആർക്കുണ്ട്, ഒരു ഉപഭോക്താവിന് ഉണ്ട്. ഇനി വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഉണ്ടോ? ഇല്ലല്ലേ. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ആർക്കില്ല, ഉപഭോക്താവിന് ഇല്ല അല്ലെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അങ്ങനെ ഒരു അവകാശം ആർക്കില്ല, ഉപഭോക്താവിന് ഇല്ല. അപ്പൊ അതാണ് അവിടുത്തെ എന്താണ്, നമ്മൾ ചോദിച്ചിരിക്കുന്ന അവകാശങ്ങളിൽ പെടാത്തത് ഏതെന്ന്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗാർഹിക പീഡനം എന്താണ്, നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് അല്ലെ. ഗാർഹിക പീഡനം നടന്നെന്നോ അല്ലെങ്കിൽ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോലീസ് ഓഫീസർ ആണോ, സേവനദാതാവാണോ, മജിസ്ട്രേറ്റ് ആണോ, അതോ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്, പെട്ടെന്ന് പറഞ്ഞേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെ, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടനയാണ്. നോക്കിക്കേ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം എന്താണ്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 15ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 5ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? 10 ആണോ 15 ആണോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അതോ 5 ആണോ? 10 ആണല്ലേ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ഉത്തരമായിട്ട്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ 10ൽ കവിയാത്ത അത്രയും എണ്ണം, പിന്നെന്താണ്, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ഉള്ള നിയമം അല്ലെ 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേടാ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അല്ലെ 2012 പോക്സോ ആക്ട് ആണ് അല്ലെ, അത് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നോക്കിക്കേ, കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പിന്നെന്താണ് പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി എന്താണ്? കുട്ടിയുടെ വസതിയിലോ അല്ലെങ്കിൽ എന്താണ് കുട്ടി സാധാരണയായിട്ട് താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ എന്താണ് പ്രായോഗികമാകുന്നിടത്തോളം എന്താണ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ എന്താണ് രേഖപ്പെടുത്തേണ്ടതാണ്. ശരിയാണല്ലേ? അത് 2012 പോക്സോ ആക്ട് പ്രകാരം എന്താണ് വരുന്നതാണ്. അപ്പോൾ ശരിയാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത് അല്ലെ, യൂണിഫോമിൽ ആയിരിക്കരുത്, അത് അതിനകത്ത് പറയുന്നതാണ്. അപ്പം അതും എന്താണ്? ശരിയാണ്. ഇനി നോക്കിക്കേ, ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല അല്ലേ, പാടില്ല. ഇനി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ ഏതാണ്ട് ആൻസർ പറഞ്ഞത് ഒരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? നോക്കിക്കേടാ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കിക്കേ, സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 തന്നിട്ടുണ്ട്. വിവരാവകാശ നിയമം 2005 തന്നിട്ടുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണ്? 1993. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1990. ഇതിൽ ഏത് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ സ്ഥാപിതമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലെ, സംരക്ഷണ നിയമം 1993 ആണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഭാഗം അല്ലെങ്കിൽ അതിന്റെ നിയമപ്രകാരമാണ് എന്ത് സ്ഥാപിതമായിരിക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യത്തിൽ നോക്കാം. ഇന്ത്യയിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് എന്താണ്? മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യ എന്താണ്? 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനമാണ്? മധ്യപ്രദേശ് ആണോ, കർണാടകയാണോ, രാജസ്ഥാനാണോ, അതോ മഹാരാഷ്ട്രയാണോ? ഏത് സംസ്ഥാനത്തിലാണ് എന്താണ് 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ടുള്ള മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. എവിടെയാണ്? മധ്യപ്രദേശ് ആണല്ലോ. ഓപ്ഷൻ എ മധ്യപ്രദേശിലാണ് എന്ത് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്? നോക്കിക്കേ, ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, പിന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് അല്ലെ? ഏതാണ്? ദാരിദ്ര്യമില്ല എന്നുള്ളതാണോ, ലിംഗസമത്വമാണോ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ, അത് മുകളിൽ പറഞ്ഞവ എല്ലാമാണോ? ഇതെല്ലാം വരും അല്ലേ. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, മൂന്നും വരും. അപ്പൊ ഇത്ര ഏതാണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സോ നമ്മൾ ഇത്രയും നേരം എന്താണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ളതും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ബാലാവകാശ കമ്മീഷനെ പറ്റിയിട്ട്, ഹൈക്കോടതിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് അന്വേഷിച്ചാൽ അത് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മുൻകാല വർഷ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് സഹായിക്കുന്ന സീരീസാണ് ഈ PYQ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.